ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് വെച്ച് ചെയ്യുന്ന 4 ഐഡിയകളാണ്. ഒന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിക്കിളിൻ്റെ ഒക്കെ ബോട്ടിലാണ്. ഇത് ചില്ല് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചകിരി എടുത്ത് ഇതൊന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ഒന്ന് തൊണ്ട് നല്ല രീതിയിൽ റൗണ്ടിൽ ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ഒരു ത്രെഡ് എടുത്ത് ഇതൊന്ന് കെട്ടി ടൈറ്റാക്കി കൊടുക്കണം. ഇതുപോലത്തെ ഒരു വെള്ള നൂലാണ് ഞാൻ എടുത്തത്. ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. മണി പ്ലാന്റിന് പല വെറൈറ്റികളുമുണ്ട്. ഈ മണി പ്ലാന്റിനെ പോത്തോസ് എന്നൊക്കെ പറയുവേ. ഇതിൻ്റെ ഏത് വെറൈറ്റിയാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞാനിവിടെ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ജാറിലോട്ട് അതൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വെച്ച ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഞാൻ 2 കല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഇതുപോലത്തെ നീളത്തിലുള്ള കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെടഞ്ഞെടുക്കാം. നമ്മൾ മുടിയൊക്കെ മെടയുന്ന പോലെ നമുക്ക് ഇതിനെ ഒന്ന് മെടഞ്ഞ് എടുക്കണം. ഇതുപോലെ ഞാൻ മെടഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൂൽക്കമ്പി ആവശ്യമാണ്. നൂൽക്കമ്പി എടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് വളച്ച് റെഡിയാക്കി എടുക്കണം. ഇതുപോലത്തെ ഒരു വലുപ്പമുള്ള നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ മണി പ്ലാന്റിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. നിങ്ങൾ മണി പ്ലാന്റ് വെച്ച് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഐഡിയകളൊക്കെ ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. നൂൽക്കമ്പി വെച്ച് ചുറ്റുമ്പോൾ മണി പ്ലാന്റിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുവേ. അതുകൊണ്ടാണ് ഞാൻ നൂൽക്കമ്പി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ മുകൾ ഭാഗം വരെ ഒന്ന് ചുറ്റി കൊടുക്കണേ. നിങ്ങൾ മണി പ്ലാന്റ് വെള്ളത്തിലാണോ നടാറുള്ളത്, മണ്ണിലാണോ നടാറുള്ളതെന്ന് പറയണേ. ഞാനിവിടെ കൂടുതലും മണി പ്ലാന്റിനെ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. മണ്ണിലും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കാം. മണി പ്ലാന്റ് വെച്ച് പല ഐഡിയകളും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. ഇനി നമുക്ക് ഒരു ബോട്ടിലെടുത്ത് അതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കാം. ഞാനിത് പെയിൻറ്റ് ചെയ്തെടുത്ത ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ സാധാ ബോട്ടിലിൽ വെച്ചാലും മതി. പെയിൻറ്റ് ചെയ്തെടുത്ത ബോട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നും. നിങ്ങൾക്ക് ഈ പെയിൻറ്റ് ചെയ്ത ബോട്ടിൽ ഇഷ്ടമായോ എന്ന് പറയണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലും കൂടെ വെച്ചപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സാധാരണ നമ്മൾ മണി പ്ലാന്റ് വെക്കുമ്പോൾ അത് താഴോട്ട് കിടക്കും. ഇതുപോലെ വെച്ചാൽ നേരെ തന്നെ നിൽക്കുവേ. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. ചെറിയ പീസുകളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വെറൈറ്റി മണി പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഈ നാടൻ മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മണി പ്ലാന്റ് മാത്രം യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ത്രെഡ് വെച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിയെടുക്കുമ്പോൾ ഇത് നല്ല ബുഷിയായി തന്നെ നമ്മൾ വെക്കുന്ന ചിരട്ടയിൽ ഇരിക്കും. ഇല്ലെങ്കിൽ അത് മുഴുവനായും അടർന്നു പോകുവേ. ഒരു ഹോൾസ് ഉള്ള ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട വെച്ചാണ് ചെയ്തത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയുടെ ചിരട്ട വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തൊണ്ടെടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവേ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ വെറുതെ കളയുന്ന ചിരട്ടയും തൊണ്ടും വെച്ച് ചെയ്ത ഈ ഐഡിയ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആണ് എനിക്കിത്. ഇനി ഞാൻ വേറെ കുറച്ച് കട്ടിങ്സും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 4ാമത്തെ ഐഡിയയിലോട്ട് പോകാം. ഇനി ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗം വിള്ളൽ വീണ ഒരു ചട്ടിയാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. മണി പ്ലാന്റിൻ്റെ വളങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ മണി പ്ലാന്റിന് എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഇതിലോട്ട് മണി പ്ലാന്റിൻ്റെ ഓരോ പീസുകൾ വീതം വെച്ച് കൊടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ മണി പ്ലാന്റ് ചട്ടിയിൽ നല്ല ബുഷിയായിട്ടും തിക്കായിട്ടും വളരും. നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്തു നോക്കണേ. മണി പ്ലാന്റ് ബുഷിയാകുന്നില്ല എന്നുള്ള പരാതിക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇത്. നല്ല തിക്കിൽ തന്നെ മണി പ്ലാന്റ് വളരുവേ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇതുപോലെ ഓരോന്നും റൗണ്ടായിട്ട് വെച്ച് കൊടുക്കണേ. ഇത് കണ്ടില്ലേ, റൗണ്ടിൽ ആദ്യം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും മണ്ണിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കണേ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണിന് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒട്ടിയിരിക്കുന്നത്. മണ്ണും ചാണകപ്പൊടിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മണി പ്ലാന്റിന് നിങ്ങൾ ഇടുന്ന വളം ചേർത്താൽ മതിയേ. കൊക്കോപീറ്റൊക്കെ നല്ലതാണ് മണി പ്ലാന്റിന്. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി 2ാമത്തെ റൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ 3ാമത്തെ റൗണ്ടിലും ഇതുപോലെ തന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇത് നല്ല തിക്കായിട്ട് തന്നെ മണി പ്ലാന്റ് വളരാൻ പറ്റിയ ഒരു നല്ല ഐഡിയ ആണ്. ഇതുപോലത്തെ ഓരോ തണ്ടും ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇത് ഞാൻ മുഴുവനായിട്ടും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലീഫ് കട്ട് ചെയ്ത് കളയാം. പുതിയ നല്ല തളിരിലകൾ കിളുത്തോളും. ഞാനിപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ചട്ടി ഒന്ന് ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ ഈ ചട്ടി ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചാലും മതി. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4 ഐഡിയകളും. നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയയാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ചിരട്ട കൊണ്ടുള്ള ഐഡിയ ആണ് കൂടുതൽ ഇഷ്ടമായത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം.